ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെസ്റ്റ് ക്യാൻ വേവ്. ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു പ്ലീറ്റഡ് സ്കേർട്ടിന് എങ്ങനെ നമ്മൾ ഫാബ്രിക്കിൻ്റെ റിക്വയർമെൻറ്റ് കണ്ടുപിടിക്കും, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫാബ്രിക് വെച്ചിട്ട് നമ്മൾ എങ്ങനെ പ്ലീറ്റ്സ് ഇടും, അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോരുത്തരുടെയും അളവിന് നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോമുല സഹിതമാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടിട്ട് വരികയാണെങ്കിൽ ഈ ഒരു വീഡിയോ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഈ ഒരു സ്കേർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മുടെ ഒരു സ്കേർട്ട് എന്ന് പറയുന്നത് ഇതേപോലെ രണ്ട് പോർഷനായിട്ടാണല്ലോ വരിക. അതായത് ഒരു ബെൽറ്റ് പോർഷനും അതിൻ്റെ താഴേക്ക് പ്ലീറ്റ് ഇടുന്ന ഒരു പോർഷനും. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ സ്കേർട്ട് കട്ട് ചെയ്യാനായിട്ട് ആകെ രണ്ട് മെഷർമെൻറ്റ് ആവശ്യമുള്ളൂ. ഒന്ന് സ്കേർട്ടിൻ്റെ ലെങ്ത്ത്, അതിവിടെ എനിക്ക് 40 ഇഞ്ചാണ്. അതുപോലെ വേസ്റ്റ് റൗണ്ട് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുന്നത് 29ആണ്. അതിൻ്റെ കൂടെ ഞാനൊരു 3 ഇഞ്ച് ലൂസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 3 തൊട്ട് 5 ഇഞ്ച് വരെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 3 ഇഞ്ചാണ് ആഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ 32 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ബാൻഡിൻ്റെ സൈസ് ഞാൻ വിചാരിക്കുന്നത് റെഡിയായി കഴിയുമ്പോൾ എനിക്ക് 2 ഇഞ്ച് വിട്ടുള്ള ബാൻഡാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്കേർട്ടിൻ്റെ പോർഷൻ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ബാൻഡിൻ്റെ വിട്ട് നമ്മൾ അവിടെ നിന്ന് കുറയ്ക്കണം. അപ്പോൾ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്യുന്നത് 40 ഇഞ്ചാണ് ടോട്ടൽ വേണ്ടത്. അതിൽ ഈ ഒരു ബാൻഡിൻ്റെ ലെങ്ത്ത് ഉണ്ടല്ലോ 2 ഇഞ്ച് കുറയ്ക്കണം. അതോടൊപ്പം ആ ബാൻഡും ആ സ്കേർട്ട് പോർഷനും കൂടി സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് പിന്നെ കൂട്ടുകയും വേണം. അങ്ങനെ നമുക്ക് 38.5 ഇഞ്ചിലാണ് ഈ ഒരു സ്കേർട്ട് പോർഷൻ്റെ കട്ടിങ് വരേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് ബാൻഡിൻ്റെ സൈസ് കുറയ്ക്കുക. അതിപ്പോൾ നിങ്ങൾ 1 ഇഞ്ചിൻ്റെ ബാൻഡാണെങ്കിലും 1.5 ഇഞ്ചിൻ്റെ ബാൻഡാണെങ്കിലും അതാണ് കുറയ്ക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് നമ്മുടെ സീം അലവൻസ് ആഡ് ചെയ്യുകയും വേണം. അപ്പോൾ ഞാനിവിടെ 2 ഇഞ്ചിൻ്റെ ബാൻഡാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡിലേക്ക് 2 ഇഞ്ച്, ബാക്കിലോട്ടും അതേപോലെ 2 ഇഞ്ച് വരണമല്ലോ. അതോടൊപ്പം 2 സൈഡും സീം അലവൻസ് ആയിട്ടുള്ള 1/2 ഇഞ്ചും കൂടി ചേർത്തിട്ട് നമുക്ക് 5 ഇഞ്ചിലാണ് ടോട്ടൽ ബാൻഡിൻ്റെ വിഡ്ത്ത് വരിക. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 2 ഇഞ്ചിൻ്റെ ബാൻഡാണ് നമുക്ക് വേണ്ടതെങ്കിൽ 2 ഇഞ്ച് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും വരും. അതോടൊപ്പം 1/2 ഇഞ്ച് ബാക്കിലും ഫ്രണ്ടിലും സീം അലവൻസ് വേണം. അങ്ങനെ 5 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ 1.5 ഇഞ്ചിൻ്റെ ആണെങ്കിൽ 1.5 ഇഞ്ച് ഫ്രണ്ടിലും ബാക്കിലും വരും. അതോടൊപ്പം 1/2 ഇഞ്ചും കൂടി ചേർത്തിട്ട് നമ്മൾ 4 ഇഞ്ചിലായിരിക്കും കട്ട് ചെയ്യുക. പിന്നെ ബാൻഡിൻ്റെ ലെങ്ത്ത് വരുന്നത് 32 ഇഞ്ചാണ് നമ്മളുടെ വേസ്റ്റ് റൗണ്ട് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ 32 ഇഞ്ചിൻ്റെ കൂടെ അത് മടക്കി അടിക്കാനുള്ള സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് നമുക്ക് ബാൻഡിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടത്. വിഡ്ത്ത് 5. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഗാൻസ ക്ലോത്താണ് നമ്മൾ സ്കേർട്ടിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എത്ര മീറ്റർ വേണം എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. എങ്കിൽ പോലും ഞാനിവിടെ സ്ക്രീനിൽ അതിൻ്റെ ഫോമുല കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ 4 മീറ്റർ ഫാബ്രിക്കാണ് ആവശ്യമായിട്ട് വരുന്നത്. ഈ ഒരു അളവിന് ഞാൻ 4 ഇഞ്ചോളം ഉള്ളിലേക്ക് തള്ളി വെക്കുന്നുണ്ട്. 1 ഇഞ്ചിൻ്റെ പ്ലീറ്റാണ് ഫ്രണ്ടിൽ കാണുക, പക്ഷേ 4 ഇഞ്ച് ഞാൻ ഉള്ളിലേക്ക് തള്ളി വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് 4 മീറ്റർ ഫാബ്രിക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ 4 മീറ്റർ ഫാബ്രിക്കിനെ ഞാൻ ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് കുറച്ച് പിന്നൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. കാരണം ഇതങ്ങനെ ഒരു പറഞ്ഞാൽ കേൾക്കാത്ത തരം ഒരു ഫാബ്രിക്കാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ 38.5 ഇഞ്ച്, അതിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബെൽറ്റാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ബെൽറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 32 ഇഞ്ച് കറക്റ്റ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കണ്ട. എപ്പോഴും ഒരു 2-3 ഇഞ്ച് എക്സ്ട്രാ ലെങ്ത്ത് ഇട്ട് കട്ട് ചെയ്യുക. വിഡ്ത്ത് 5 ഇഞ്ച് തന്നെ മതി. അത് കറക്റ്റായിട്ട് അത്ര തന്നെ മതി. പക്ഷേ ലെങ്ത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാനിപ്പോൾ അതാണില്ലേ മടക്കി ഇടുമ്പോൾ 17-17.5 ഇഞ്ചോളം വരുന്നുണ്ട്. അതായത് 34-35 ഇഞ്ച് വലുപ്പത്തിലാണ് ഞാൻ ബെൽറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതേപോലത്തെ ഫാബ്രിക്സ് നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറക്റ്റ് സൈസിൽ വന്നില്ല എന്നൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ബെൽറ്റ് വളരെ ചെറുതായി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പ്ലീറ്റ്സ് അഴിക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരല്പം കൂട്ടിയിടുക. എന്തായാലും 32 ഇഞ്ച് എടുത്താൽ പോരാ, 2 സൈഡും നിങ്ങൾ ബെൽറ്റ് മടക്കി അടിക്കാനുള്ള തുണിയും കൂടി എക്സ്ട്രാ വിടണം. നിങ്ങൾക്ക് 1 ഇഞ്ച് വിടാം 2 സൈഡും, അല്ലാന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് വിട്ടാലും മതി. ഇനി നമ്മൾ ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത്. ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 37.5 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. 37.5 ഇഞ്ചിൽ ലെങ്ത്ത് ഉള്ള 2 പീസാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണെങ്കിലും നമ്മളത് ജോയിൻ ചെയ്തിട്ടാണ് പ്ലീറ്റ് ഇടാൻ പോണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 36 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 38 ഇഞ്ച് ആണ് ഇതിൻ്റെ മാക്സിമം വിഡ്ത്ത് വരിക ഈ ലൈനിങ് ഫാബ്രിക്കിൻ്റെ. അപ്പോൾ അത് നമ്മൾ 2 തുണി അങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് 2ൻ്റെയും എഡ്ജസ് നമ്മൾ ഇതേപോലെ നല്ല വശവും കൂടി ഇതുപോലെ ചേർത്തിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഒപ്പമാണ് നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ട് അടിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ
മുകളിൽ നിന്ന് താഴെ വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം തന്നെ. ഇനി എൻ്റെ മെയിൻ ക്ലോത്തിൽ ആക്ച്വലി പ്ലീറ്റ് ഇട്ടിട്ട് കാണിച്ചു തന്നാൽ നിങ്ങൾക്കൊന്നും കാണില്ല, കാരണം അത് ട്രാൻസ്പെറൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത് കാണിച്ചു തരികയാണ്. നിങ്ങളത് മെയിൻ ക്ലോത്തിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, ലൈനിങ്ങിൽ നിങ്ങൾ എങ്ങനെ പ്ലീറ്റ് ഇട്ടാലും കുഴപ്പമില്ല. ഈ മെയിൻ ക്ലോത്ത് കണ്ടില്ലേ, ഭയങ്കര ട്രാൻസ്പെറൻ്റ്. അപ്പോൾ അതിൽ ഞാൻ ചോക്ക് കൊണ്ട് വരച്ചാലൊന്നും നിങ്ങൾക്ക് കാണില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിച്ചു തരുന്നത്, ലൈനിങ്ങിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 1 ഇഞ്ച് വീതിയിലാണ് പ്ലീറ്റിൻ്റെ സൈസ് എടുക്കുന്നത്. ഉള്ളിലോട്ട് 4 ഇഞ്ച് വീതിയുമാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം 1 ഇഞ്ച് വീതി മാർക്ക് ചെയ്താൽ പോരാ, കാരണം നമുക്ക് സൈഡിലൊരു സീം അലവൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 1.5 ഇഞ്ച് ആദ്യം തന്നെ മാർക്ക് ചെയ്യുകയാണ്. നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് പോകാനുള്ളതാണ്. 2 സൈഡും പാവാടയുടെ 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് ഒരു 1 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്യണു, പിന്നെ നിങ്ങൾ 4 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇത് നമുക്ക് സീം അലവൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 1.5 ഇഞ്ച് ഞാൻ വിട്ടിട്ടുള്ളത്. എന്നിട്ടാണ് 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണു. ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് 4 ഇഞ്ചാണ്. അപ്പോൾ ഇത് ഞാൻ കൊടുത്തിരിക്കുന്ന അളവാണ്. അപ്പം നിങ്ങൾ എത്രയാണോ പ്ലീറ്റിന് സൈസ് എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്, പ്ലീറ്റ് ഇൻടേക്ക് ആയിട്ടുള്ള ഈ 4 ഇഞ്ചിന് പകരം നിങ്ങൾ എത്രയാണോ എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളിവിടെ കൊടുക്കാൻ. ഇങ്ങനെ തന്നെ ഞാൻ 1 ഇഞ്ച് 4 ഇഞ്ച് 1 ഇഞ്ച് 4 ഇഞ്ച് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ഈ ഒരു 4 മീറ്റർ ഫാബ്രിക്കിനെയും ഞാൻ കൊടുക്കുകയാണ്. ഏറ്റവും ഫ്രണ്ടിലും അതുപോലെ ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോഴും നമ്മൾ സീം അലവൻസിന് വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് പോലെ നമ്മൾ മാറ്റി കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെറുതായിട്ടൊരു പ്ലീറ്റിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 4 മീറ്റർ, അതായത് 160 ഇഞ്ചിൻ്റെ കൂടെ 2 സൈഡിലും മടക്കി അടിക്കാനുള്ള അല്ലെങ്കിൽ ജോയിൻ ചെയ്തെടുക്കാനുള്ള സീം അലവൻസ് ആയിട്ടുള്ള ഒരു 2-3 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് ഫാബ്രിക് എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാനിവിടെ ഒന്നിടവിട്ട ലൈൻസ് ഞാനൊന്ന് നീളം കൂട്ടിയെടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ആദ്യത്തെ ലൈന് അങ്ങനെ വിടുക, കാരണം ആദ്യത്തെ മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻ്റ് അങ്ങനെ തന്നെ വിടുക, കാരണം അത് സീം അലവൻസ് ആണെന്ന് പറഞ്ഞല്ലോ. രണ്ടാമത് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിൽ നിന്നും 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിലേക്ക് ഇതുപോലെ വയ്ക്കുക. എന്നിട്ടൊരു പിന്ന് കുത്തി കൊടുക്കാം. ഇതേപോലെ തന്നെ അടുത്ത 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് ഉണ്ടല്ലോ, അതിൽ നിന്നും അടുത്ത വലിയ വര, അതായത് 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള വലിയ വരയിലേക്ക് വീണ്ടും നമ്മളിതാ ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്ന് കുത്തി കൊടുക്കുക. സെയിം പ്രോസസ്സാണ്. അപ്പം ഞാൻ 4 ഇഞ്ചിൻ്റെ വരയിലാണ് നമ്മളുടെ നീളമുള്ള വര വരച്ചിരിക്കുന്നത്. ഇനി അടുത്ത 1 ഇഞ്ചിൻ്റെ ലൈൻ പിടിച്ചിട്ട് ഇതുപോലെ 4 ഇഞ്ചിൻ്റെ വരയിലേക്ക് ഇതുപോലെ വെച്ചിട്ടൊന്ന് പിൻ കുത്തി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 1 ഇഞ്ച് 4 ഇഞ്ച് 1 ഇഞ്ച് 4 ഇഞ്ച് കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മളിതാ ഇതേപോലെ ഒന്നുകിൽ നിങ്ങൾക്ക് പിൻ കുത്തി വയ്ക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താലും മതി. അപ്പോൾ ഇതേപോലെ ഞാനിതാ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ലോത്തിന് നമുക്കൊരു 5-6 ഇഞ്ചൊക്കെ ഉള്ളിലേക്ക് തള്ളി കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ കുഴപ്പമില്ല, ഇതും നമ്മൾ അയൺ ചെയ്തെടുക്കുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. ഇനി അയൺ ചെയ്യുമ്പോൾ നമുക്ക് താഴെയും മുകളിലൊക്കെ കുറേ പിന്നുകുത്തി ചെയ്യണതിന് പകരം വേറൊരു ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ താഴെ ബോർഡറിൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ തന്നെ പ്ലീറ്റ് ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ വലിയ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ബേസ്റ്റിംഗ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷീനിൽ തന്നെ വലിയ സ്റ്റിച്ച് ഉണ്ടല്ലോ, അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് സെൻറ്ററിലും കൂടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അയൺ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപ് തന്നെ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. സ്റ്റീം അയൺ ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നോർമൽ അയൺ ബോക്സേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് അയൺ ചെയ്ത് എടുത്ത ശേഷം വേണം നമ്മളിനി അടുത്ത ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് എടുക്കാൻ. ഇനി ഇന്ന് നമുക്ക് ലൈനിങ്ങുമായിട്ട് ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. ലൈനിങ് അപ്പോൾ ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ടാണ് പ്ലീറ്റ് ഇടുന്നത്. അപ്പോൾ ലൈനിങ് നമ്മളുടെ സ്കേർട്ടിൻ്റെ ബാക്ക് പോർഷനിലാണ് വെക്കേണ്ടത്. എവിടെയാണോ ലൈനിങ് വരേണ്ടത് അവിടെയാണ് നമ്മളിത് ജോയിൻ ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ജോയിൻ ചെയ്ത് എടുക്കുമ്പോൾ തന്നെ ഞാൻ കുറച്ച് വലിയ വലിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബോർഡർ പീസും അതുപോലെ തന്നെ ബോർഡർ പീസിൻ്റെ ലൈനിങ്ങും ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഒരു സൈഡ് മാത്രം ഞാൻ ഇതേപോലെ ഒന്ന് അടിച്ചിട്ടൊന്ന് തിരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതാ ഇതേപോലെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ലൈനിങ്ങും അതേപോലെ തന്നെ ഈ ഒരു മെയിൻ ഫാബ്രിക്കും കൂടി ഒന്ന് ബാക്കിയുള്ള 3 സൈഡും ഞാനൊന്ന് വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ബെൽറ്റ് അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ സ്കേർട്ട് പോർഷൻ്റെ താഴെ, അതായത് ലൈനിങ്ങിൻ്റെ അവിടെ നമ്മുടെ ബെൽറ്റിൻ്റെ നല്ല വശം വരുന്ന രീതിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ചിലർ ഇവിടെ നിന്ന്, അതായത് ഈ നല്ല പോർഷനിൽ വെച്ചിട്ട് ബാക്കിലോട്ട് സ്റ്റിച്ച് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ്ങിൻ്റെ
അവിടേക്ക് നമ്മളുടെ ബെൽറ്റിൻ്റെ നല്ല വശമാണ് വെക്കേണ്ടത്. നല്ല വശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാത്ത ഭാഗം ഉണ്ടല്ലോ, അതാണ് വെക്കേണ്ടത്. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നു കേട്ടോ, നമ്മൾ 2 സൈഡും ഇതിൻ്റെ മടക്കി അടിക്കണം. ഓക്കെ, ആദ്യം ഞാൻ ഇലാസ്റ്റിക് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതങ്ങനെ കൺസീൽ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. പിന്നെയാണ് ഹുക്ക് വെക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഒരു 2-2.5 ഇഞ്ചസോളം താഴെ വെച്ചിട്ട് നമ്മൾ സാധാരണ സ്റ്റിച്ച് കടിച്ചെടുക്കണ പോലെ നമ്മളൊന്ന് ആ റേഞ്ചിലൊന്നും ഇങ്ങനെ മടക്കി വയ്ക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ വരെ ഇതുപോലെ മടക്കി അടിക്കാം. ഞാനിപ്പോൾ ഇത്ര ദൂരമാണ് ആദ്യം ചെയ്യുന്നുള്ളൂ. താഴേന്ന് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാനിതാ ഇതുപോലെ മുകളിലേക്ക് മടക്കി അടിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളുടെ ബെൽറ്റിൻ്റെ അവിടെയും ഞാൻ മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ നമ്മൾ ഒന്നിങ്ങനെ ഫ്രണ്ടിലോട്ട് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബെൽറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 സൈഡും ഇതേപോലെ തന്നെ മടക്കി അടിക്കാൻ മറക്കരുത്. അതിന് ശേഷം നമുക്ക് എന്നിട്ട് ഇതേപോലെ ബെൽറ്റ് ഫ്രണ്ടിലോട്ട് ഇതേപോലെ കയറ്റി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും ഈ ഒരു ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ബിഗിനേഴ്സ് ആണെങ്കിൽ ഒന്ന് ലാസ്റ്റ് വരെ ഒന്ന് പിൻ ചെയ്ത് വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അധികം ഷ്രിങ്കേജ് ഒന്നും വരാതെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് ബെൽറ്റ് കിട്ടും. അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് സൈഡൊന്ന് ജോയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കേർട്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ താഴെ ലൈനിങ് ഒന്ന് മടക്കി സൈഡ് ജോയിൻ ചെയ്യുന്നത് ഞാനൊരു 2-2.5 ഇഞ്ചോളം വീണ്ടും താഴേക്ക് ഇറക്കുന്നത് വരെ കംപ്ലീറ്റ് ആയിട്ട് 4 എണ്ണം കൂടി ഇതുപോലെ പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യും. അതിനുശേഷം നമ്മൾ ഫ്രോക്കിലും മറ്റുള്ള സ്കേർട്ടിലും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം മെയിൻ ക്ലോത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും, എന്നിട്ട് ലൈനിങ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും. പിന്നെ ഇതുപോലത്തെ ഫാബ്രിക് നിങ്ങൾക്ക് ഓവർലോക്കിംഗ് മെഷീൻ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടൊന്ന് അടിച്ചു കൊടുക്കുക താഴെ വരാം മെയിൻ ക്ലോത്ത്. അപ്പോൾ പിന്നെ അതിൻ്റെ നൂലൊന്നും ഇങ്ങനെ പുറത്തേക്ക് വരുന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ താഴെ വരെ അതുപോലെ മടക്കി അടിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കും. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷുവിന് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഏത് അളവിൽ വേണമെങ്കിലും എത്ര മീറ്റർ വേണം ഫാബ്രിക് എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, എത്ര ഇഞ്ചസ് നിങ്ങൾക്ക് പ്ലീറ്റ് ഇടണമെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഇതിന് മുൻപത്തെ വീഡിയോസ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്